ഹായ്. അഥവേ ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ടുണ്ടല്ല, അന്ന് നമ്മള് ഇപ്പോഴത്തെ കപ്പലുകളൊന്നുമില്ല, പായ്ക്കപ്പലുകളുള്ള ഒരു കാലം. വ്യാപാരത്തിന് വേണ്ടിയിട്ട് കടൽ കടന്നിട്ട് പായ്ക്കപ്പലിലാണ് ആൾക്കാർ വ്യാപാരത്തിനൊക്കെ പോകാറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഒരു ഉള്ളി വ്യാപാരി പായ്ക്കപ്പലിൽ വ്യാപാരത്തിന് വേണ്ടി പോകുമ്പോൾ പോകാൻ വിചാരിച്ച രാജ്യമല്ലാതെ ഒരു ദ്വീപിലെത്തിയ സമയത്ത് കപ്പലിന് കേടുവന്നു. കപ്പല് ഒടിഞ്ഞു പോയി, കപ്പൽ തകർന്നു പോയി. അപ്പോൾ അയാൾ പെട്ടെന്ന് എന്ത് ചെയ്തു, അടുത്തുള്ള ആ ദ്വീപിലേക്ക് കപ്പൽ സൈഡാക്കി ഉള്ളിച്ചാക്കുകളെല്ലാം വാരി കരക്കിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ നാട്ടിലെ ആൾക്കാരെല്ലാം ഓടിക്കൂടി ഇവരെടുത്ത് വന്നു. അവരിതുവരെ ഉള്ളി കണ്ടിട്ടേ ഇല്ലായിരുന്നു. എന്നിട്ട് ഉള്ളിച്ചാക്കുകളെല്ലാം എടുത്ത് അവര് ഇയാളെയും കൂട്ടിയിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ഊ ആ ഊ ആ എന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോയി. എന്നിട്ട് രാജാവ് ചോദിച്ചു, ഈ ചാക്കിലുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു. ഇത് ഉള്ളിയാണ്, ഇത് വെച്ചിട്ട് പാചകം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കൊന്ന് പാചകം ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ ഉള്ളി ഇട്ടിട്ട് പലവിധ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് രാജാവിനും അവിടെയുള്ള ആൾക്കാർക്കും കൊടുത്തു. അപ്പോൾ രാജാവിന് ഭയങ്കര ഇഷ്ടമായി. രാജാവ് പറഞ്ഞു, നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ്, നിങ്ങൾക്ക് ഇതിന് എന്താണ് സമ്മാനമായിട്ട് വേണ്ടേ, ഞാൻ എന്തെങ്കിലും തന്നേ തീരുമെന്നും പറഞ്ഞിട്ട് ഓരോ ഉള്ളിൻ്റെ എണ്ണത്തിന് അത്രയും ഓരോ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കൊടുത്തു. എന്നിട്ട് കപ്പൽ ശരിയാക്കി കൊടുത്തിട്ട് അവർ സന്തോഷത്തോടെ ഇയാളെ വ്യാപാരിനെ യാത്രയാക്കി. എന്നിട്ട് ഇയാൾ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ സംഭവം നാട്ടിലെല്ലാവരോടും പറഞ്ഞു. അപ്പോൾ നാട്ടുകാർക്കും എല്ലാം ഭയങ്കര സന്തോഷമായി. ഈ കഥ കുറേ കാലം കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വെള്ളുള്ളി വ്യാപാരി കേട്ടു. വെള്ളുള്ളിയില്ലേ, വെള്ളുള്ളി വ്യാപാരി കേട്ടു. വെള്ളുള്ളി വ്യാപാരി എന്ത് ചെയ്തു, കുറേ വെള്ളുള്ളി ചാക്കെല്ലാം കെട്ടിയിട്ട് കപ്പലാക്കിയിട്ട് ഇയാൾ പറഞ്ഞ അതേ ദ്വീപ് നോക്കി സഞ്ചരിച്ചു. ദ്വീപിലെത്തി. ദ്വീപിലെ നിവാസികൾ എടുത്ത് വെള്ളുള്ളി ചാക്കുമായിട്ട് പോയി. അപ്പോൾ അവർ വെള്ളുള്ളി ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവർ നാട്ടുകാർ വീണ്ടും ഈ വെള്ളുള്ളി വ്യാപാരീനെ ഊ ആ ഊ ആന്നും പറഞ്ഞിട്ട് രാജാവിൻ്റെ മുമ്പിലേക്ക് കൂട്ടിയിട്ട് പോയി. രാജാവ് ചോദിച്ചു, ഇതെന്താ സാധനം? അന്നേരത്ത് പറഞ്ഞു, ഇത് വെള്ളുള്ളിയാണ്, ഇത് ഭയങ്കര സംഭവമാണ്, ഇതിനെ കൊണ്ട് കറിയാക്കിയ ഭയങ്കര രസമാണ്, ഇതിനെ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വെള്ളുള്ളി വ്യാപാരി കുറേ ഭക്ഷണ സാധനങ്ങൾ വെള്ളുള്ളി വെച്ചിട്ട് രാജാവിന് ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് എന്താ സംഭവിച്ചത്, രാജാവ് ഈ വ്യാപാരി പോകുന്നതിന് മുന്നേയായിട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സമ്മാനം വേണ്ടതെന്ന്. അപ്പോൾ വെള്ളുള്ളി വ്യാപാരിക്ക് നല്ല ഐഡിയ തോന്നി. അയാൾക്ക് സ്വർണ്ണ കിട്ടിയെങ്കിൽ നമുക്ക് നല്ല വജ്രം അങ്ങനത്തെ തന്നിനൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ രാജാവിനോട് വ്യാപാരി പറഞ്ഞു, ഈ നാട്ടിലെ വിലമതിക്കാനാവാത്ത എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എനിക്ക് തരേണ്ടതെന്ന്. അപ്പോൾ അവരുടെ നാട്ടിലെന്താ വിലമതിക്കാനാവാത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ മറ്റേ വ്യാപാരി കൊണ്ടുപോയ ഉള്ളിയില്ലേ, അവർക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർക്ക് ആ നാട്ടിലെ ഏറ്റവും വിലമതിക്കാവുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയായിരുന്നു. ഇയാൾ എത്ര വെള്ളുള്ളി ചാക്ക് കൊണ്ടുവന്നിരുന്നോ അത്രയും ചാക്ക് ഉള്ളി അവർ കൃഷി ചെയ്തിട്ട് ഉള്ളി ഈ വ്യാപാരിക്ക് കയറ്റി കപ്പലിലാക്കിയിട്ട് കൊടുത്തു വിട്ടു. ഈ കഥയിൽ നിന്ന് ആദവിന് എന്താ മനസ്സിലായേ? ഒരാൾ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ കോപ്പി അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താകാൻ പറ്റൂല, ചിലപ്പോൾ വിജയിക്കാൻ പറ്റൂല, വേറെ എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾ ചെയ്യുന്നത് പോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടാ. അത് ഇഷ്ടായോ? ഇഷ്ടായോ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.